അതല്ലേ നോട്ടാ അതിൽ വെച്ചോ. 2 കിലോ ചിപ്സ് വെച്ചിട്ടുണ്ട്. 2 കിലോ ചിപ്സ്. പിന്നെ ഒരു 4-5 ദിവസത്തേക്ക് ചായക്ക് ഒന്നും വേറെ ഒന്നും വേണ്ട. അതല്ല, മുനീറിന് കൊടുക്കണോ? മുനീറിന് കൊടുക്കാന് കൊടുക്കാം. ഒട്ടകുട്ടിയാ? ഇജെന്താ ഇവിടെ സർക്കസ് ഉറങ്ങുണ്ടോ? ആദ്യം സമയം നോക്കാൻ പഠിക്കുക. അത്ര മതി അത്ര മതി. ഇനി വേണ്ട. അതൊക്കെ ഒന്ന് ഒട്ടിച്ചാടി. എന്താണ് ഞാൻ എന്താ കുഴപ്പോ? കുഴപ്പമില്ല. അതല്ല, നിങ്ങളോട് ഇഷ്ടമല്ലോ. എന്താ പിന്നെ ഇപ്പൊ ഇന്നറ്റി മേലായാലോ? അതൊന്നും കുഴപ്പമില്ല. ഇവിടെ കടക്ക് തീർന്ന നിങ്ങൾ പിന്നെ പോകണ്ട. ഇപ്പൊ 2 വർഷല്ലേ വേണ്ടല്ലോ പോയി വന്നാൽ പടാന്ന് പോവില്ലേ? കുഴപ്പമില്ല. നമുക്ക് കടക്കെ തീർത്തിട്ട് സമാധാനത്തിൽ. ഇപ്പൊക്കെ വിഷമല്ല. അന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോക്കേ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തല്ലാണ്ടായി. ഇന്നലെ പറഞ്ഞപ്പോഴേ നാളെ അങ്ങോട്ട് പോവാ പറഞ്ഞപ്പോ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ഫുൾ സെറ്റപ്പ് അല്ലേ? നിങ്ങൾ അവിടെ ചെന്നാ കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങണോ? പിന്നെന്താ? അതല്ല, ഇവിടെ ഞാൻ പിന്നാലെ നടന്നിട്ടാണ് നിങ്ങൾ കടയിൽ എന്നെ പോണത്. അത് ജില്ലത് കൊണ്ടാണ്. അതിപ്പോ നമുക്ക് ഒരാൾ സഹായിക്കാണ്ടാവുമ്പോ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ അവിടെ ആരും ഇല്ല നിക്കറിയാലോ. പടപട വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതൊന്നും ഇജ്ജ് ബേജാറൊക്കെയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എടാ ഇതില് സാധനങ്ങളൊക്കെ വെച്ചല്ലേ? ഹലോ, ആളില്ലേ? ആരത്? ആളില്ലേ? ആരാണ്? എന്താ സാറേ? പരികുട്ടി എവിടല്ലേ? അതെ, ഞാനാണ് പരികുട്ടി. നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ട്. എന്ത് കേസ്? ഒരു വധശ്രമ കേസാണ്. നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിലെത്തണം. സാറേ, എനിക്ക് നാളെ എനിക്ക് വരാൻ പറ്റില്ല. നാളെ ഞാൻ ദുബായിൽ പോകാൻ നിൽക്കാണ്. അതൊന്നും പറയാൻ പറ്റില്ല. കേസുണ്ടെങ്കിൽ ദുബായ് ഒന്നും പോകാൻ പറ്റില്ല. നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിലെത്തണം. ഇത് പറയാൻ വേണ്ടിട്ട് വന്നതാ. ഞാൻ ആരെ കൊല്ലാൻ നോക്കണത്? എന്താ ആരെ തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ടില്ലാന്നുണ്ട് എനിക്കറിയാൻ പറഞ്ഞത്. എന്നോട് പറയാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല പടച്ചോനെ, എന്റെ പോക്ക് മുടങ്ങി. എന്റെ പോക്ക് മുടങ്ങി. വാസുട്ടിയെ, വാസുട്ടിയെ, വാസുട്ടി ഒന്നിങ്ങോട്ട് വായ. ഒന്നിങ്ങോട്ട് വായ. ഒന്നിങ്ങോട്ട് വന്നേ. തടി പറക്ക നിനക്ക് പോലീസൊക്കെ. എനിക്ക് പോവാൻ പറ്റില്ല. എനിക്ക് പോവാൻ പറ്റില്ല. എന്തേ വാസുട്ടിയെ, എനിക്കിനി പോവാൻ പറ്റില്ല ദുബായിലേക്ക്. ദുബായിലേക്ക് പോകാൻ പറ്റില്ലേ? ഇല്ല, പോവാൻ പറ്റില്ല. വാസുട്ടിയുടെ അപ്പൊ ഒരു പോലീസ് വന്നിവിടെ. മൂപ്പരുടെ പേരിൽ എന്തോ കേസ് ഉണ്ട്. എന്ത് കേസ്? എന്താ വധശ്രമ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അയ്യോ, എന്താണ്? ആരെയാണ് കൊല്ലാൻ നോക്കിയത്? ഞാൻ ആരെ കൊല്ലാൻ നോക്കണേ? എന്റെ പോക്ക് മുടങ്ങിയത്. ആരെ ഈ കേസ് കൊടുത്തെന്നൊക്കെ പെടുത്തല്ല. എനിക്കറിയില്ല പരികുട്ടിയെ. നാനാ കേസ് കൊടുത്തത്. നീ എന്തിനാ കേസ് കൊടുത്തത്? നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഭാര്യ എന്നെ തല്ലിയില്ലേ? അതിനാ കേസ് കൊടുത്തത്. ദുബായിൽ പോണ്ടേ? ഭായി ദുബായി പോവാണ്. ഇനിയിപ്പോ കേസ് കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ദുബായിക്ക് പോവാ പറ്റില്ല. അത് വാസുളിയെ ചൊല്ലിയിട്ട് തന്നെ കേസ് കൊടുത്തത്. ഞാനെന്താ നിന്നോട് ചൊല്ലിയത്? നീ പറഞ്ഞില്ല കേസ് കൊടുക്കാൻ. ഞാൻ കേസ് കൊടുക്കാൻ പറഞ്ഞ നീ കേസ് കൊടുക്കോ? അതിനാ കേസ് കൊടുത്തേ. എന്റെ പൊന്ന് റസിയ, എന്താ സംഭവം ഉണ്ടാന്ന് വെച്ചാൽ അളിയൻ അവിടെ നിന്ന് കള്ളുടിക്കായിരുന്നു. ആ സമയത്ത് പരികുട്ടി വന്നിട്ട് തടഞ്ഞിട്ട് 2 പട കൊടുത്തു. തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തല്ല് നടക്കില്ല, അങ്ങനെയുള്ള നീ പോയി കേസ് കൊടുത്തത് വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞതാണ്. ജോസല്ലേ ജോസൂട്ടി, ജോസൂട്ടി എല്ലാം എഴുതി തന്ന് എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നത്. വാസൂട്ടി പറഞ്ഞിട്ട് ജോസൂട്ടി ഞാൻ പോയിട്ട് കേസ് കൊടുത്തത്. ആമാ, നടക്കണേ? അത് ഞാൻ ചോദിക്കണേ. മക്കളെ, പരീക്കാന്റെ ഗൾഫ് ഒഴിവാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ 3 ആളും കൂടി ചെയ്ത പ്ലാനിങ് അന്നന്തൂരെ തല്ലീനി. പോലീസ് കേസ് പോവാൻ പറ്റൂല. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലേ അല്ലേ? ഇന്നലെ അന്നൊക്കെ എന്തിനാണ് ഞാൻ തേച്ചി പോട്ടണേ? നമുക്ക് എന്തിനാ പറഞ്ഞത്? അതൊക്കെ എന്നെ അടിച്ചേ. പോക്ക് തുടങ്ങി. കുഴപ്പമില്ല. കാട്ടിക്കൂട്ടാൻ ഒരു കൊടുത്തൂല്ല കേട്ടോ. അതെ, ഇത് പറയും. ഇനി വേഗം പോയിട്ട് എന്റെ കേസ് പിൻവലിക്കാൻ പറയും. ആ കേസ് കൊടുത്തില്ലേ, അത് എത്രയും പോയിട്ട് പെട്ടെന്ന് പിൻവലിക്കും. ഞാനാ? അല്ല പിന്നെ ഞാനാ? ഇപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ശരിയായില്ലേ? എല്ലാം ശരിയായി. എനിക്ക് 2 അടിയും കിട്ടി. ഇനി ഞാൻ കേസ് പിൻവലിക്കാം. അതാ പറയുന്നത്. എനിക്കൊരു 50,000 റുപ്യ വേണം. എത്ര? 50,000 റുപ്യയും ഒരു പൈന്റ്. നല്ല ദുബായി പോയാൽ